ഭായ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് എന്റെ ശാദിയാണെന്ന്. ശാദി നിന്റെ ശവസംസ്കാരമാക്കി തരാടാ. വിളിച്ചാ ഫോൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക്. വാ ഇങ്ങോട്ട് കബീർ. വാ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ വന്നതിൽ വളരെ സന്തോഷം. പോയിരുന്നു അവരവിടെ കൊണ്ടിരുന്നു. നമസ്കാരം. പത്മജി വന്നില്ലേ? ഇല്ല ദാസേ, പത്മയുടെ കൊച്ചുമോളുടെ ചരട് കേട്ടാ. ഓ, അതിന്നായിരുന്നല്ലേ? ഞാനും മോളും മോനും എല്ലാം പങ്കെടുക്കേണ്ട ചടങ്ങാ. പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ അകത്തേക്ക് ഇരിക്കും. ജയേട്ടൻ വന്നില്ലേ? ഇല്ല, വന്നില്ല. സഹദേവൻ എത്തിയില്ലേ? ആ കാര്യം ഒന്നും പറയണ്ട. വീട്ടിലെ ഒരു നല്ല കാര്യത്തിനും സഹദേവേട്ടനെ കിട്ടാത്ത അവസ്ഥയാ. ശിവരാമേട്ടന് ചെറിയൊരു നെഞ്ചുവേദന വന്നതുകൊണ്ടേ ബിസിനസ് ടൂർ എല്ലാം സഹദേവേട്ടനാ. ഇനിയിപ്പൊ തിരിച്ചു വരുമ്പോ കേരളത്തിലെ കാലാവസ്ഥ പിടിക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. ഇനി വല്ല മദാമയായിട്ട് അവിടെ ലിവിംഗ് ടുഗദറോ മറ്റോ ആണോന്ന് അറിയാൻ പറ്റില്ലല്ലോ. കൊള്ളാം, കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ സരോജം വന്നില്ലേ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ആ, ഇതാരത്? എത്ര നാളായി കണ്ടിട്ട്. ഹരിദാസേ, നിന്നെ ആദ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റ് ശരിക്കും പിടിച്ചു അല്ലേ? ഓ, അങ്ങനൊന്നുമില്ല ദാസേട്ടാ. ഒരേതോ വണ്ടിയൊക്കെ ഓടിച്ച് ജീവിച്ചു പോന്നു. പിന്നെ ഒരുപാട് പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് ഉടനെ പോയേക്കരുത്. എന്നെ കണ്ടിട്ടേ പോകേട്ടാ. പെട്ടെന്നുള്ള കല്യാണം ആയിപ്പോയി. തൃച്ചംബരത്തെ ഡ്രൈവറുടെ മോളാ കല്യാണി. അടുക്കള പണിയാ. ഞങ്ങൾ ഒരു ജീവിതം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ അകത്തോട്ട് ചെന്നിരിക്കും. ചെല്ല് ചെല്ല്. വാ, പോകാം പോവാം. ചന്ദ്രനാണല്ലോ. ഇവനിത് എവിടെ പോയി? ഹലോ ചന്ദ്ര, നീ ഇതെവിടെയാ? നീ ഇതിനിടയ്ക്ക് എവിടെ പോയി കിടക്ക? അങ്ങോട്ട് വരാനോ? എവിടെ? ദേ ചന്ദ്ര, എന്റെ സ്വഭാവം ചില സമയം എനിക്ക് തന്നെ പിടിക്കൂല. എടാ, അഖിലാണ്ടേശ്വരി ഇപ്പൊ ഇങ്ങ് എത്തും. നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ അറിയാലോ. ഓ ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഈ വൃത്തികെട്ടവന്റെ ഒരു കാര്യം. ഇവിടെ വന്ന് നിൽക്കുന്നേ? നീ ഫോണിൽ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആരാ ഇവരൊക്കെ? ആന്റി, ഇവര് മുംബൈയിൽ നിന്ന് വന്നവരാ. കല്യാണിയെ കാണാനും കല്യാണം കൂടാനും വന്നവരാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ഇരുത്ത്. അതിന് വൈകി തിരിച്ചു പോവാൻ പറ. അല്ല പിന്നെ അല്ല, നിന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? ഞങ്ങൾക്കങ്ങനെ പെട്ടെന്ന് തിരികെ പോകാനൊന്നും പറ്റില്ല ബഹൻജി. ഈ ചന്ദ്രൻ ലക്ഷങ്ങളാ ഞങ്ങൾ ഇന്ന് അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ അന്വേഷിച്ചു വന്നത്. അഡ്വാൻസോ? എന്തിന്? കല്യാണത്തിനെന്നും പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണോ നീ വന്നേ? ആന്റി, ഇത് അതല്ല, ഇത് വേറെയാ. ആന്റി ഒന്ന് വന്നേ, ഞാൻ പറയാം. ഭായ്, ഒരു മിനിറ്റ്. പെട്ടെന്ന് വേണം. ഹമേ ജൽദി വാപസ് ആനാ. ആന്റി വാ. എന്താടാ ഇതെല്ലാം? നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് പറ. അതാ ആന്റി, ഞാൻ കല്യാണി വെച്ച് വലിയൊരു പ്ലാൻ ചെയ്തിരിക്കുക. എന്ത് പ്ലാൻ? എടാ, അവളുടെ ജീവിതം മുരടിച്ച് നശിച്ചു പോകാനാണല്ലോ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നത്. ഇനി അതിലും വലിയ എന്ത് പ്ലാനാ നിനക്കുള്ളത്? പറയാം. കല്യാണിയെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്താനാണല്ലോ ആന്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്റെ പ്ലാൻ അവളെ ഈ രാജ്യത്ത് തന്നെ കടത്താനാ.
നീ എന്തൊക്കെ പിച്ചും പെയ്യോ ഈ പറയുന്നേ? രാജ്യത്തെ നിന്ന് കടത്തുകയെന്ന് വെച്ചാ? പിച്ചും പെയ്യൊന്നുമല്ല ആന്റി, നടക്കാൻ പോകുന്നതായി ചന്ദ്രൻ ഇപ്പം പറയുന്നത്. ഈ വന്നിരിക്കുന്ന കുൽജിത്തിന് പെൺകുട്ടികളെ വിലയ്ക്ക് വാങ്ങി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാ ബിസിനസ്. ചെറിയ തരത്തിലൊരു പെൺവാണിപ്പം. ആന്റി കല്യാണിയുടെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചപ്പോഴേ ഞാനത് ഇവരെ കാണിച്ച് അഡ്വാൻസും കൈപ്പറ്റിയ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിഞ്ഞ് കല്യാണി ഇപ്പോ തന്നെ മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. ഇന്ന് തന്നെ ഡീല് നടന്നിരിക്കണമെന്നാണ് അവര് പറയുന്നത്. പറഞ്ഞിരുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയ ആന്റി. ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ? പെണ്ണ് കൂട്ടിക്കൊടുപ്പ്. ആന്റി മിണ്ടരുത് നീ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ച അഡ്വാൻസ് ഞാൻ തിരികെ കൊടുക്കും. ഇപ്പൊ പോവാൻ പറ അവന്മാരോട്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ. അയ്യോ ആന്റി വേണ്ട. ദേ ആന്റി വിചാരിക്കും പോലെ അല്ല അവര്. ഞാൻ പറഞ്ഞാലും. ശരി, എങ്കിൽ ഞാൻ പറയാം അവന്മാരോട്. നീ വന്നേ. അതെ, ഇവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അഡ്വാൻസ് ഉടനെ തിരികെ തരും ഞാൻ. ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോണം. ഇത് സ്ഥലം വേറെയാ. സോറി ബഹൻജി, ഞങ്ങൾക്ക് കൊടുത്ത അഡ്വാൻസ് തിരികെ വാങ്ങിച്ച ശീലമില്ല. ബിസിനസ് ആണ് പ്രധാനം. അത് ചന്ദ്രൻ അറിയാം, ചോദിച്ചാ മതി. നിനക്കറിയാലോ ഞങ്ങളെ കുറിച്ച്. അറിയാം സാബ്, കുറച്ച് ടൈം കൂടി. ആന്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു മനസ്സിലാക്കലും ഇല്ല. ദേ ഇങ്ങോട്ട് നോക്ക്. ഇവൻ വാങ്ങിച്ചതിന്റെ ഇരട്ടി പണം ഞാൻ തരും. ഇപ്പൊ തിരിച്ചു പോണം നിങ്ങള്, അല്ലെങ്കിൽ ആളെ വിളിച്ചു കൂട്ടും ഞാൻ. ശരി, എങ്കിൽ പണം ഇപ്പൊ തന്നെ ഡബിൾ ആയിട്ട് തിരികെ കിട്ടണം. ഞങ്ങൾ വെക്കോളാം. അബി ചാഹിയെ ഇപ്പൊ വേണം. പണം കയ്യിൽ വെച്ചോണ്ട് ആരെങ്കിലും നടക്കുവോ? കല്യാണം ഒന്ന് കഴിയട്ടെ, അപ്പൊ തന്നെ ഞാൻ എടുത്തു തരും. കല്യാണം വരെ ഒരു സാവകാശം വേണം. നൈ, അതൊന്നും നടക്കില്ല. ഇപ്പൊ കിട്ടണം വാങ്ങിച്ചതിന്റെ ഇരട്ടി പണം. എങ്കിലേ ഞങ്ങള് പോവും. എങ്കി പോണ്ട, ഞാൻ പോലീസിനെ വിളിച്ചോളാം. ദേ നോക്ക്, കല്യാണത്തിന് സമയാവുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യം നടക്കണമെങ്കിലും ആദ്യം ഈ കല്യാണം നടന്നേ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, കല്യാണം കഴിയുന്നത് വരെ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യും. കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ പൈസ എടുത്തു തരും. ഡീൽ ഓക്കെ? ശരി, പക്ഷേ പറ്റിക്കാൻ നോക്കിയാ രണ്ടിനും കൊന്നിട്ട് ഞങ്ങളോട് പോവൂ. ഓർമ്മ വേണം ചന്ദ്ര. കബീർ ഭായ് ചലോ. നിന്നെ വിളിച്ചു വരുത്തി ഇത്രയാക്കിയില്ലേ? പെട്ടുപോയി ഞാൻ. അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. വൃത്തികെട്ടവൻ. ആകെ കൊളമായല്ലോ. ആയിട്ടുണ്ട്. സുബ്ബണ്ണ, സമയം എത്രയായിട്ട് അമ്മ അച്ഛനും കാണുന്നില്ലല്ലോ. നടക്കാത്ത കല്യാണത്തിന് സമയം നോക്കി വരേണ്ട വല്ല കാര്യമുണ്ടോടാ? അവര് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ശരിയാ, പക്ഷെ നടക്കാത്ത ഈ കല്യാണത്തിന് ആളുകളൊക്കെ എന്തിനാ വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്കൊന്നും ഒരു പണിയില്ലേ സുബ്ബണ്ണ? കഷ്ടം തന്നെ. വലിയ കോമഡി ഒന്നും വേണ്ട. നിങ്ങൾ എങ്ങനെ ഈ കല്യാണം മുടക്കുന്നാ പറയുന്നത്? അത് ബ്രോ, സംഗതി അല്പം ചീപ്പാണ്. പക്ഷെ മാർഗത്തെ ലക്ഷ്യം സാധൂകരിക്കുന്നല്ലേ പറയാറ്. എന്താ അങ്ങനെയല്ലേ? അതെ, കോമഡി വിട്ട് പഴഞ്ചൊല്ല് പറയാതെ നീ കാര്യം പറയാറെന്തേ? സോറി ബ്രോ,
അതായത് അന്ന് കല്യാണി ബ്രോയെ കെട്ടിപ്പിടിച്ചില്ലേ, അന്ന് അമ്പലത്തിന്റെ മുറ്റത്ത്. അതൊരു രസത്തിന് ഞാൻ ഫോണിൽ പകർത്തിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് രാവിലെ തന്നെ അമ്മയുടെ വാട്സപ്പിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തു. വാട്ട്? എന്തൊരു വൃത്തികേടാ നിങ്ങൾ ഈ കാണിച്ചത്? ആര് പറഞ്ഞു? പ്ലീസ് ബ്രോ, ഇഷ്ടത്തിനും പ്രേമത്തിനും എന്തു ആവാന്നുള്ളൊരു പറച്ചിലുണ്ട്. പൂഴിക്കടകം തൊട്ട് 18ാമത്തെ 19ാമത്തെ അടവുകളില്ലേ, അതും തൊട്ട് തൊപ്പിയിട്ടപ്പോ പിന്നെ ഈ വഴി മുമ്പിൽ തെളിഞ്ഞുള്ളൂ. അതുകൊണ്ടാ. മച്ചു, കഴിഞ്ഞത് കഴിഞ്ഞു. ആ വീഡിയോ കാണുന്ന ഒരമ്മയും കല്യാണിയുടെ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കാൻ തോന്നില്ല. ആ കെട്ടിപ്പിടുത്തത്തിൽ ഒരു സിൻസിയർ ലവ് ഫീൽ ചെയ്യും. അതൊരു വൾഗർ വീഡിയോ ക്ലിപ്പ് അല്ല, ഇറ്റ്സ് എ സിൻസിയർ എക്സ്പ്രഷൻ ഓഫ് ലവ്. അഖിലാണ്ടേശ്വരി ആ പ്രണയത്തെ ബഹുമാനിക്കുള്ളൂ. നീ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. അഖിലാന്റി വരട്ടെ, അപ്പോ അറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. ബ്രോ, അമ്മയുടെ മോക്കം കണ്ടറിയാം ഇത് കല്യാണം നിർത്തിയേക്കുള്ള വരവാണെന്ന്. മിക്കവാറും ഇപ്പൊ അമ്മ ബ്രോയെ വിളിക്കും. ആനന്ദ്, കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ സംഗതി ഒത്തു. ചെല്ല് ചെല്ല് ചെല്ല്. അമ്മേ, നീ എന്താ അവിടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കാത്തത്? എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? ഈ കല്യാണം മുടക്കാൻ പ്രിയങ്ക പല തന്ത്രങ്ങളും പയറ്റിയെന്ന് വരും. അറിയാലോ നിനക്കവളെ? അറിയാമേ. അപരിചിതരായവരുടെ മേലിൽ എപ്പോഴും ഒരു നോട്ടം വേണം, മനസ്സിലായോ? സുബ്ബണ്ണ, ഇത് സംഗതി കൈവിട്ടു പോയ മട്ട. അമ്മ വാട്സപ്പ് നോക്കിയിട്ടില്ലെന്നാ തോന്നുന്നത്. നീ മൊബൈൽ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയേ. അയ്യോ, ചതിച്ചു. അമ്മ അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഡബിൾ ടിക്ക് വന്നു, പക്ഷെ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം സുബ്ബണ്ണ, വാ വാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അമ്മേ, നന്ദന നിങ്ങളുടെ കൂടെ വന്നില്ലേ? ഇല്ല. അവൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ എത്തിയില്ലച്ചാ. അമ്മേ, ആ മൊബൈലും തന്നെ. നന്ദനെ ഒന്ന് വിളിക്കണം. എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയേ. പരിചയമില്ലാത്ത നമ്പർ കണ്ട അവൾ എടുക്കൂല. നമ്മുടെ നമ്പർ ആവുമ്പോ ചാടി എടുത്തോളൂ. അവളോട് പെട്ടെന്ന് വരാൻ പറയണം. വന്നില്ലെങ്കിൽ ആളുകൾ കാര്യം തിരക്കും. ശരി അമ്മ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലെന്ന് തോന്നുന്നേ. ലൈൻ ത്രൂ ആവുന്നില്ല. അല്ല, അമ്മ ഈ ഫോണൊന്നും നോക്കാറില്ലേ? എന്തു പറ്റി അരവിന്ദ്? അല്ല, നോട്ടിഫിക്കേഷൻ ആയിട്ട് വാട്സപ്പ് മെസ്സേജുകൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട്. ഓ, അമ്മ അത് ഓപ്പൺ ചെയ്ത് നോക്കാറില്ലെന്നാ ചോദിച്ചേ. ഇപ്പൊ ഞാൻ അതൊന്നും നോക്കാറില്ല. ആ, വരുന്ന മെസ്സേജുകളിൽ 3/4 ഭാഗവും ഫേക്കാ. പിന്നെ ഡേർട്ടി പ്രോപ്പഗൻഡയും. ഈ വാട്സാപ്പ് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോന്ന് എന്റെ ആലോചന. ശരിയാ, പക്ഷേ എന്നാലും ചില മെസ്സേജുകളൊക്കെ ഒറിജിനൽ ആയിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് അമ്മ അത് ഓപ്പൺ ചെയ്യുന്നത് നല്ലതാ. അതെ, ഇപ്പോ ആൾക്കാർ ബെഡ്റൂമിലിരുന്ന് കിച്ചണിൽ അമ്മയോട് ചായ ചോദിക്കുന്നത് പോലും വാട്സാപ്പിൽ. ഞാൻ നോക്കിക്കോളാം, നീ ഇങ്ങെടുക്ക്. ആഹാ, നീ എന്തോ വീഡിയോ അയച്ചിട്ടുണ്ടല്ലോ. ആദ്യം അതെന്താന്ന് നോക്കട്ടെ.
പകുതിയായപ്പം ഡൗൺലോഡ് ഫെയിൽഡ് ആണെന്ന് കാണിക്കുന്നു. അതാണ്ടി ഈ നെറ്റ്വർക്ക് വിട്ടുവിട്ട് പോന്നേ. ഒന്നുകൂടെ ട്രൈ ചെയ്താ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. എന്നാലേ കാണാൻ പറ്റൂ. അതമ്മേ. ഓ ചേച്ചി, ദേ നിങ്ങളെ ദാസേട്ടൻ ദക്ഷിണ നൽകാനായിട്ട് വിളിക്കുന്നു. ഓ അത് മറന്നു. വാ കൃഷ്ണേട്ടാ, സമയമാവുന്നു. ഇതൊക്കെ ഇനി പിന്നെ നോക്കാം. അയ്യോ, അങ്ങനെ അവസാനത്തെ പിടിവള്ളിയും പോയി. വരൂ മേഡം. മേഡം അകത്ത് പോയി ദക്ഷിണ വാങ്ങിക്കാം. ആഹാ, നമ്മുടെ കല്യാണി ആളാകെ മാറിയല്ലോ. സ്റ്റൈലൊക്കെ കൊള്ളാം. പക്ഷെ ഇവൾക്കാരെ മുടി ഇങ്ങനെ വടയൊക്കെ കെട്ടിയത്? യോ, നമ്മുടെ കല്യാണത്തിന് ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? അത് ചേച്ചി ഞാൻ പറഞ്ഞിട്ടാ. ചന്ദ്രൻ ഇവളെ താലി കെട്ടി മുംബൈക്ക് കൊണ്ടുപോവല്ലേ. അപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ കല്യാണ സ്റ്റൈലില് കൊള്ളാം, നല്ല സ്റ്റൈല്. നോർത്ത് ഇന്ത്യയിൽ ചെറുക്കൻ കുതിരപ്പുറത്ത് മുഖം മൂടി പൂവിട്ടാണ് വരുന്നത്. നിന്റെ അനന്തരവനെ അങ്ങനെയാണോ നീ കൊണ്ടുവരുന്നത്? അല്ലല്ലോ. പോട്ടെങ്കിലേ, എങ്ങനെ ഒരുങ്ങിയാലും നമ്മുടെ കല്യാണിയല്ലേ, അതിനി ഒരു വഴക്ക് വേണ്ട. ദാസേ, ദക്ഷിണ നൽകുന്ന ചടങ്ങ് നടക്കട്ടെ. മോളെ, ഇത് സാറിന് കൊടുത്ത അനുഗ്രഹമായി. ദീർഘസുമംഗലിയായി വാഴാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോളെ, ഇത് മാഡത്തിന് കൊടുത്ത അനുഗ്രഹമായി. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും കല്യാണി. ദീർഘസുമംഗലീ ഭവ. അല്ല, ആനന്ദ് എവിടെ? വിലാസിനെ ആനന്ദിനെ വിളിക്ക്. ആനന്ദാരാ? ഇവളുടെ ഇളയച്ചനോ? ബെസ്റ്റ് ആയിട്ടുണ്ട്. കാമുകന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്നത് ഇതാദ്യമായിട്ടാ കാണുന്നത്. ആ, നമ്മുടെ ഒരു വിധി. വിളിക്ക്. ദേ പോകുന്നു.
ആനന്ദേ, അഖിലേച്ചി വിളിക്കുന്നു. ഒരു രാജകുമാരിയെ പോലുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്റെ കുട്ടിക്ക്. ചേച്ചി, ആ എത്തിയോ? വാ. മോളെ, വലിയ കുഞ്ഞിന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമായി.